ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകം അത് ഓർമ്മകളുടെ പുസ്തകമാണ്. ഓർമ്മകളുടെ പങ്കുവയ്ക്കലാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവജനത്തെ ദൈവം നടത്തിയതിന്റെ ഓർമ്മകളും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിന്റെ ഓർമ്മകളുടെ പങ്കുവയ്ക്കലാണ്. പുതിയ നിയമവും അതുതന്നെയാണ് നമുക്ക് പകർന്നു നൽകുന്നത്. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും എന്തിനേറെ വെളിപ്പാട് പുസ്തകങ്ങളിൽ വരെ ദൈവജനത്തിന്റെ പ്രത്യേകമായ ഓർമ്മകളുടെ പങ്കുവയ്ക്കൽ പ്രകടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പെസഹ തുടങ്ങിയ ആഘോഷങ്ങളുടെ മധ്യേ യഹോവയായ ദൈവം നൽകുന്ന കൽപ്പന, ഈ ആഘോഷങ്ങൾ ആവർത്തിച്ച് ആഘോഷിക്കപ്പെടുമ്പോൾ തലമുറകളുടെ മധ്യേ ഇന്നലകളിലെ ഓർമ്മകളെ നിങ്ങൾ പങ്കുവയ്ക്കണം എന്നതാണ്. ആ ഓർമ്മകളിലൂടെയാണ് വിശ്വാസം പങ്കുവയ്ക്കപ്പെടുന്നത്. ഇത്തരം ഓർമ്മകളിലൂടെയാണ് ദൈവജനം ദൈവാശ്രയത്തോടെ ജീവിതം നയിക്കുന്നത്. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്നതും അത്തരം ഓർമ്മകളെ കുറിച്ചുള്ള ചില ധ്യാനങ്ങളാണ്. സ്ത്രീകളുടെ ശുശ്രൂഷകളുടെ ഓർമ്മിക്കലും ആഘോഷിക്കലും. റിമെമ്പറിംഗ് ആൻഡ് സെലിബ്രേറ്റിംഗ് വിമൻസ് മിനിസ്ട്രി. റിമെമ്പറിംഗ് ആൻഡ് സെലിബ്രേറ്റിംഗ് വിമൻസ് മിനിസ്ട്രി. പഴയ പുതിയ നിയമം ഉൾപ്പെടുന്ന വേദപുസ്തക ചരിത്രത്തിൽ ഉടനീളം സ്ത്രീകളുടെ ശുശ്രൂഷയെയും അവരുടെ പ്രാധാന്യത്തെയും വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും സ്ത്രീകളുടെ ശുശ്രൂഷകൾ ഓർമ്മിക്കപ്പെടാതെ പോകുമ്പോൾ, ചരിത്രങ്ങളുടെ ഭാഗമായി രേഖപ്പെടുത്താതിരിക്കുമ്പോൾ, പുരുഷന്മാരുടെ ശുശ്രൂഷകളോടും പ്രാധാന്യം നൽകാതെ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെടുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് സ്ത്രീകളുടെ ശുശ്രൂഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും വരച്ചു കാട്ടുന്നുണ്ട്. ഭാരത ക്രൈസ്തവ ചരിത്രത്തിലും കേരളത്തിന്റെ ക്രൈസ്തവ ചരിത്രത്തിലും സ്ത്രീകളുടെ ശുശ്രൂഷകളും സ്ത്രീകളുടെ പങ്കും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. സ്ത്രീകളുടെ ശുശ്രൂഷകൾക്ക് ദക്ഷിണേന്ത്യ സഭ നൽകിയിരിക്കുന്ന പ്രാധാന്യവും പ്രശംസനാർഹമാണ്. 1984 CSI സഭ സ്ത്രീകൾക്ക് ഓർഡിനേഷൻ നൽകിക്കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ദക്ഷിണ കേരള മഹായിടവകയും സ്ത്രീകളുടെ ശുശ്രൂഷകളെ അംഗീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഓർഡിനേഷൻ നൽകി പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2013 വനിതാ പട്ടക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ മേൽപട്ടത്വ ശുശ്രൂഷയിലേക്ക് സ്ത്രീ പങ്കാളിത്തത്തെ ഉയർത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യ സഭ മാതൃകാപരമായ ഒരു മുന്നേറ്റമാണ് നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയുടെ ചരിത്രത്തിൽ സ്ത്രീകളുടെ ശുശ്രൂഷകൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്ത്രീകളുടെ ശുശ്രൂഷ അത് ഓർമ്മിക്കപ്പെടണം, അത് ആഘോഷിക്കപ്പെടണം എന്നാണ്. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വേദഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത, പ്രതിസന്ധികളുടെ മധ്യേ അധൈര്യപ്പെടാത്ത നേതൃത്വങ്ങൾ ഓർമ്മിക്കപ്പെടണം എന്നതാണ്. പ്രതിസന്ധികളുടെ മധ്യേ അധൈര്യപ്പെടാത്ത നേതൃത്വങ്ങൾ ഓർമ്മിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം വിവരിക്കുന്നത് ദെബോര എന്ന ന്യായാധിപതിയുടെ കാലഘട്ടത്തെ കുറിച്ചാണ്. ഇസ്രായേൽ ജനം ദീർഘമായ 40 വർഷത്തെ മരുഭൂ യാത്രയ്ക്കൊടുവിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. യുദ്ധങ്ങൾ അറിഞ്ഞുകൂടാത്ത, യുദ്ധതന്ത്രങ്ങൾ അറിഞ്ഞുകൂടാത്ത 430 വർഷകാലം അടിമകളായി മാറ്റപ്പെട്ടു പോയ ഒരു ജനത മറ്റൊരു ഇടത്ത് പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശത്ത് കടന്നുവന്ന് കൂടാരങ്ങളിൽ നിന്നും ഭവനങ്ങളിലേക്ക് മാറി പാർത്തുകൊണ്ട് അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നേരിട്ട പ്രതിസന്ധികൾ വളരെ വലുതാണ്. അയൽ രാജ്യങ്ങൾ പല ആവർത്തി ഈ രാജ്യത്തെ, ഈ ജനതയെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. രാജാവും സൈന്യവും ഇല്ലാത്ത ഈ ജനതയെ ആരംഭ കാലഘട്ടങ്ങളിൽ നയിച്ചിരുന്നത് ന്യായാധിപന്മാരാണ്. അവർക്ക് ന്യായപാലനം ചെയ്യുക, ശരിയും തെറ്റും വിവേചിച്ച് ന്യായം വിധിക്കുക, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക, ആത്മീക നേതൃത്വമായി മാറുക. ഇപ്രകാരം വിവിധങ്ങളാകുന്ന റോളുകളാണ് ന്യായാധിപന്മാർ ആ കാലഘട്ടത്തിൽ നിർവഹിച്ചിരുന്നത്. ആ ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ദെബോര എന്ന ന്യായാധിപതിയെ കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം വിവരിക്കുന്നത്. പുരുഷ മേധാവിത്വം നിറഞ്ഞു നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അത്യപൂർവമായ ഒരു നേതൃത്വമായിരുന്നു ദെബോരയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ലഭ്യമായത്. ദെബോര രാഷ്ട്രത്തിന്, ജനത്തിന് നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ യാബീൻ രാജാവ് തന്റെ സേനാധിപതിയായ സീസറിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന് എതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ബാലാഖ് എന്ന വ്യക്തിയെ സൈന്യാധിപനായിട്ട് നിയമിച്ചുകൊണ്ട്
സീസരയ്ക്കെതിരെ ശക്തമായ യുദ്ധ തന്ത്രങ്ങൾ മെനഞ്ഞ വ്യക്തിയാണ് ദെബോര. സേനാധിപതിയായ ബാരാക്ക് ഉൾപ്പെടെ സൈന്യം ഭയത്തോടെ നിൽക്കുമ്പോൾ, യുദ്ധത്തിന് മുൻപോട്ട് നീങ്ങുവാനായിട്ട് മടിച്ചു നിൽക്കുമ്പോൾ, ബാരാക്കിനോടൊപ്പം യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട് ധൈര്യം പകരുന്ന ദെബോരയുടെ ധൈര്യം ഏവർക്കും മാതൃകയാകേണ്ടതാണ്. ഒരു സമൂഹം മുഴുവനും അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ, ജനത്തിന് സുരക്ഷ ഒരുക്കേണ്ടുന്ന പടയാളികളും സൈന്യാധിപനും അധൈര്യപ്പെട്ട് മാറി നിൽക്കുമ്പോൾ, പ്രതിസന്ധികളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ അധൈര്യപ്പെടാതെ ശക്തമായി ബാരാക്കിനോടൊപ്പം ആ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുന്ന ദെബോര എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടുന്ന, എക്കാലവും ആഘോഷിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വം തന്നെയാണ്. ന്യായാധിപനും ഒരു പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദെബോര തന്നെ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ മാതാവാണ് എന്നതാണ്. താൻ ന്യായപാലനം ചെയ്യുന്ന ജനതയെ തന്റെ മക്കളായി അംഗീകരിച്ചുകൊണ്ട്, ഒരു അമ്മ എങ്ങനെയാണോ പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ തന്റെ മക്കളെ കരുതുന്നത്, അതേ കരുതലാണ് ദെബോരയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ലഭ്യമായത്. പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ പുരുഷന്മാർ പോലും അധൈര്യപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് ശക്തമായ നേതൃത്വം നൽകിയതായ ദെബോര. പ്രിയ ദൈവജനമേ, ഇത്തരം നേതൃത്വങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതാണ്, എക്കാലവും ആഘോഷിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രതിസന്ധികളുടെ മധ്യേ, ധൈര്യം ക്ഷയിച്ചു പോകുന്ന സാഹചര്യങ്ങളുടെ മധ്യേ അധൈര്യപ്പെടാതെ ശക്തമായ നേതൃത്വം നൽകിയ നേതൃത്വങ്ങൾ വേദപുസ്തക ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നാം പാർക്കുന്ന ദേശത്ത് കേരള ചരിത്രം നാം എടുത്തു നോക്കുമ്പോൾ, മേൽമുണ്ട് സമരം ഉൾപ്പെടെ ആ കാലഘട്ടത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായ സമരമുറകൾക്ക് നേതൃത്വം നൽകുന്നതിൽ സ്ത്രീകളുടെ പങ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ചരിത്രങ്ങളിൽ പലപ്പോഴും അവരുടെ പേരുകൾ കാണുന്നില്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട അനേകം സ്ത്രീകൾ മറയ്ക്കുവാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായിട്ട് പോരാടിയവരാണ്. മരണം ഭയക്കാതെ, പ്രതിസന്ധികളെ വലുതായിട്ട് കാണാതെ, തങ്ങൾക്ക് നേരിടുവാൻ പോകുന്ന പീഡനങ്ങളെ പോലും വലുതായി കാണാതെ ശക്തമായ നേതൃത്വം നൽകിയ സ്ത്രീ നേതൃത്വങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത്തരം നേതൃത്വങ്ങൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ്. പ്രതിസന്ധികളുടെ മധ്യേ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ പ്രവർത്തിച്ച നേതൃത്വങ്ങൾ ഓർമ്മിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം. രണ്ടാമതായി, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളിൽ അവിടെ ഓർമ്മിക്കപ്പെടുന്ന 2 സ്ത്രീകളുണ്ട്, യുവോദിയും സുന്ധുകയും. യുവോദിയും സുന്ധുകയും പൗലോസിനോട് ചേർന്ന് സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചവരായിട്ടാണ് അവരെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ വിവരിക്കുന്നത്. പൗലോസിനോട് ചേർന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച, സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിച്ച, സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഫിലിപ്പിയ ദേശത്ത് ശുശ്രൂഷ അർപ്പിച്ച 2 യുവതികൾ. അവരോട് പൗലോസ് നൽകുന്ന ഒരു ആലോചന ഇതാണ്: നിങ്ങൾ കർത്താവിൽ ഏക ചിന്തയുള്ളവരായിരിക്കുക എന്നതാണ്. നിങ്ങൾ കർത്താവിൽ ഏക ചിന്തയുള്ളവർ ആയിരിക്കുക. ഐക്യത്തോടെ പ്രവർത്തിപ്പാനും സഭയുടെ വളർച്ചയ്ക്കായി, ഉന്നമനത്തിനായി കരം കോർത്തു പിടിച്ചുകൊണ്ട് പ്രവർത്തിപ്പാനുമുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ് ഇവർക്ക് നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഐക്യത്തോടെ, ഏക മനസ്സോടെ, ഏക ചിന്തയോടെ പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുന്നത്? കാരണം ഫിലിപ്പിയ സഭയിൽ ശ്രദ്ധേയരായ 2 നേതൃത്വമാണ് ഈ 2 സ്ത്രീകളും നൽകിയിരുന്നത്. യുവോദിയിലൂടെയും സുന്ധുകയിലൂടെയും സഭയ്ക്ക് ലഭ്യമായ നേതൃത്വം വളരെ പ്രശംസാർഹമാണ്. എന്നാൽ അവർക്കിടയിൽ തീരുമാനങ്ങളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒന്നായി മാറുവാൻ കഴിയാത്ത ഏതൊക്കെയോ സാഹചര്യങ്ങൾ സഭ തിരിച്ചറിയുന്നുണ്ട്, ജനം തിരിച്ചറിയുന്നുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നതിന് മുമ്പ് അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് പൗലോസ് അപ്പോസ്തലൻ നിർവഹിക്കുന്നത്. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന 2ാമത്തെ ചിന്ത ഇതാണ്: സമൂഹത്തിന്റെ മധ്യേ ശ്രദ്ധ നേടിയ മാതൃകയുള്ള നേതൃത്വങ്ങൾ അത് ഓർമ്മിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം. സഭയുടെ മധ്യേ, സമൂഹത്തിന്റെ മധ്യേ ശ്രദ്ധ നേടിയ മാതൃകയുള്ള നേതൃത്വങ്ങൾ ഓർമ്മിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം. വേദപുസ്തകത്തിൽ ഉടനീളം നേതൃത്വം നൽകിയ അനേക പുരുഷന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തു ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർക്കിടയിൽ അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ ശുശ്രൂഷ അർപ്പിച്ചിരുന്ന സ്ത്രീകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ സഭയോട് പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് പേരെഴുതി പറഞ്ഞിരിക്കുന്ന 2 സ്ത്രീകൾ, യുവോദിയും സുന്ധുകയും, അത് സമൂഹം
തിരിച്ചറിയുന്ന വിധത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, സമൂഹം നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷകളെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികളെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏക മനസ്സുള്ളവരായിട്ട് ശുശ്രൂഷകളിൽ മുമ്പോട്ട് നീങ്ങുക. അത് സഭയുടെ വളർച്ചയ്ക്ക് സഹായകരമായി കരുതലായിട്ട് മാറും എന്നതാണ്. സമൂഹം അംഗീകരിച്ച നേതൃത്വങ്ങൾ, സമൂഹം തിരിച്ചറിഞ്ഞ നേതൃത്വങ്ങൾ, സമൂഹത്തിന്റെ മധ്യേ സാക്ഷ്യമുള്ള നേതൃത്വങ്ങളായി മാറിയ സ്ത്രീ നേതൃത്വങ്ങൾ. ഫിലിപ്പിയ ദേശത്ത് ഒരു സഭ തുടങ്ങുന്നത് തന്നെ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭവനത്തിലാണ്. ആദ്യ ആരാധന സംഭവിക്കുന്നത്, ആദ്യ കൂട്ടായ്മ ആരംഭിക്കുന്നത് ലുദിയയുടെ ഭവനത്തിലാണ്. ആ കാലഘട്ടം മുതൽ ഫിലിപ്പിയ സഭയിൽ സ്ത്രീകളുടെ നേതൃത്വത്തിന് വ്യക്തമായ പ്രാധാന്യം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്റെ ശുശ്രൂഷകൾക്ക് തുണയായി നിന്നവരാണ്, സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരാണ്. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങളിൽ ഫിലിപ്പിയ സഭ നേരിട്ട പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രൈസ്തവ വിരോധികളായി നേരിട്ട അനേകം പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അത്തരം പ്രതികൂലങ്ങളുടെ മധ്യേ, അത്തരം പ്രതിസന്ധികളുടെ മധ്യേ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി പോരാടി ദേശത്തിന്റെ സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിച്ച 2 സ്ത്രീകൾ. അവരോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശുശ്രൂഷകളെ നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്, മനസ്സിലാക്കുന്ന അംഗീകരിക്കുന്ന ഒരു ദേശമുണ്ട്. ആ ദേശത്തിന്റെ മധ്യേ, ആ സമൂഹത്തിന്റെ മധ്യേ മാതൃകയോടെ നിങ്ങളുടെ ശുശ്രൂഷകളെ തുടരുക എന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്ത്രീകളുടെ ശുശ്രൂഷകളും സമൂഹം അംഗീകരിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ അനേകം സ്ത്രീ രത്നങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദക്ഷിണ കേരള മഹായിടവകയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പട്ടത്തു ശുശ്രൂഷയിലേക്ക് ഒരു വനിത പ്രവേശിക്കുന്നത് സ്നേഹമുള്ള മരതകവല്ലി കൊച്ചമ്മയുടെ ശുശ്രൂഷയിലൂടെയാണ്. ഓർഡിനേഷൻ നേടി സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച നാൾ മുതൽ തനിക്ക് ദൈവം ആരോഗ്യം നൽകിയ നാൾ വരെയും വളരെ ശക്തമായി സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് മരതകവല്ലി കൊച്ചമ്മ. കൊച്ചമ്മ ശുശ്രൂഷ അർപ്പിച്ചിരുന്ന ഇടവകകളിൽ ആ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ വ്യക്തമാക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതിനോട് ചുവട് പിടിച്ചുകൊണ്ട് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഓമന വിക്ടർ കൊച്ചമ്മയുടെയും ശുശ്രൂഷകൾ ദക്ഷിണ കേരള മഹായിടവക എക്കാലവും ഓർമ്മിക്കേണ്ടതാണ്, ആഘോഷിക്കേണ്ടതാണ്. പഴയ നിയമ പുതിയ നിയമ ചരിത്രത്തിൽ സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിച്ച അനേകം നേതൃത്വങ്ങൾ അത് ഓർമ്മിക്കപ്പെടേണ്ടതാണെങ്കിൽ, ആഘോഷിക്കപ്പെടേണ്ടതാണെങ്കിൽ, നമ്മുടെ ദേശത്ത് നമ്മുടെ സഭയുടെ ഭാഗമായി ശുശ്രൂഷകൾ അർപ്പിച്ച ഈ കൊച്ചമ്മമാരുടെ ശുശ്രൂഷകളും അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഈ കാലഘട്ടത്തിലും ഈ വിധത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ യോഗ്യരായ കൃപകളുള്ള അനേകം സ്ത്രീ രത്നങ്ങൾ നമുക്ക് ചുറ്റുപാടും ഉള്ളപ്പോൾ അവരുടെ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം നൽകുവാൻ, അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് ആ ശുശ്രൂഷകളെ മാനിക്കുവാനും നമുക്ക് സാധ്യമാകണം എന്നതാണ്. ദക്ഷിണ കേരള മഹായിടവകയിൽ വിമൻസ് വർക്കേഴ്സിന്റെ ശുശ്രൂഷ വളരെയധികം പ്രശംസാർഹമാണ്. അനേകം ഇടങ്ങളിൽ കടന്നുപോയി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സ്ത്രീജന സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിവിധ മുഖങ്ങളിൽ അവർ പ്രവർത്തിക്കുമ്പോൾ വളരെ തുച്ഛമായ വേതനം മാത്രം വാങ്ങിക്കൊണ്ട് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് അവർ നേതൃത്വം നൽകുമ്പോൾ അവരുടെ ശുശ്രൂഷകൾ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് മാനിക്കപ്പെടേണ്ടതാണ്, ഓർമ്മിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമതായി നാം ഓർമ്മിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടുന്നത് സമൂഹത്തിന്റെ മധ്യേ ശ്രദ്ധയാകർഷിച്ച മാതൃകയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയവരുടെ നേതൃത്വങ്ങളെ അത് ഓർമ്മിക്കപ്പെടണം, അത് ആഘോഷിക്കപ്പെടണം. മൂന്നാമതായി ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ക്രിസ്തുവിനെ അനുഗമിച്ച സ്ത്രീകൾ, അവരുടെ ശുശ്രൂഷകൾ അത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തുവിനെ അനുഗമിച്ച സ്ത്രീകൾ, അവരുടെ ശുശ്രൂഷകൾ അത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്, അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. ലൂക്കോസ് സുവിശേഷം 8-ാമത്തെ അധ്യായം വിവരിക്കുന്നത് ചില സ്ത്രീകളെ കുറിച്ചാണ്. ഒന്നാമത് മഗ്ദലനക്കാരത്തി മറിയ. 7 ഭൂതങ്ങൾ തന്നിൽ ഉണ്ടായിരിക്കെ അതിൽ നിന്നും തനിക്ക് സ്വാതന്ത്ര്യം നൽകിയ കർത്താവിനെ അനുഗമിക്കുന്ന മഗ്ദലനക്കാരത്തി മറിയ. മറ്റൊന്ന് യോഹന്ന, ഹെരോദാവിന്റെ കാര്യവിചാരകൻ കൂസയുടെ ഭാര്യ യോഹന്ന. തന്റെ വസ്തുവകകൾ കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറിയ ശൂശന്ന. മഗ്ദലനക്കാരത്തി മറിയ, യോഹന്ന, ശൂശന്ന, ഈ 3 പേരുകളും അനേകം മറ്റു സ്ത്രീകളും കർത്താവിന്റെ ശുശ്രൂഷകളിൽ കർത്താവിനെ അനുഗമിച്ചു എന്നതാണ്. മഗ്ദലനക്കാരത്തി മറിയ, എന്തുകൊണ്ടായിരിക്കാം അവൾ കർത്താവിനെ അനുഗമിച്ചത്? വേദപുസ്തകം പറയുന്നത് അവളിലുണ്ടായിരുന്ന ഭൂത ഉപദ്രവത്തെ, അവളിലുണ്ടായിരുന്നതായ ശാരീരികമായ താൻ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, രോഗങ്ങളെ കർത്താവ് മാറ്റുമ്പോൾ
തനിക്ക് സ്വാതന്ത്ര്യം നൽകിയ, തനിക്ക് വിടുതൽ നൽകിയ ആ ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി അവൾ മാറുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷകളിൽ കർത്താവിനെ അനുഗമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പലരും ക്രിസ്തുവിൽ നിന്നും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് തങ്ങളുടേതാകുന്ന ജീവിതങ്ങളിലേക്ക്, തങ്ങളുടേതാകുന്ന ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെ മഗ്ദലനക്കാരത്തെ മറി ഉൾപ്പെടെ അനേകം സ്ത്രീകൾ തങ്ങൾക്ക് രോഗസൗഖ്യം ലഭ്യമാകുമ്പോൾ, തങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമ്പോൾ അതിന് കാരണമായി മാറിയ കർത്താവിനെ അനുഗമിക്കുകയാണ്, കർത്താവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഇന്നും നമ്മുടെ സഭകളിൽ എല്ലാ ശുശ്രൂഷകൾക്കും വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന അനേകം സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലരൊക്കെ കൊയറിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം, ചിലരൊക്കെ സഭാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരായിരിക്കാം, സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരായിരിക്കാം, സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ശുശ്രൂഷകന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരാകാം, തപ്പ്യാർ ശുശ്രൂഷ അർപ്പിക്കുന്ന സ്ത്രീരത്നങ്ങൾ അനേകം പേരുണ്ട്. ഇന്നലകളിൽ ദൈവം അവരുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിൽ നിന്നും അകന്നു മാറാതെ കർത്താവിനെ അനുഗമിക്കുന്നവർ. യോഹന്ന തന്റെ ഭർത്താവ് ദേശത്തിൽ അംഗീകരിക്കുന്ന ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. അന്നത്തെ രാജാവ് ഹെരോദാവിന്റെ കാര്യ വിചാരകനാണ് തന്റെ ഭർത്താവ്. തന്റെ ഭർത്താവ് അംഗീകാരങ്ങളും അധികാരങ്ങളും സമ്പത്തുമുള്ള ഒരു സ്ഥാനത്തിരിക്കുമ്പോഴും അംഗീകാരങ്ങളെക്കാൾ, അധികാരങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ വലുതായി ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിന്റെ ശുശ്രൂഷകളെ തിരിച്ചറിയുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന യോഹന്ന, ഭൗതികമായിട്ട് തനിക്ക് നേടുവാൻ കഴിയുന്ന നേട്ടങ്ങളെല്ലാം ആ സ്ത്രീക്കുണ്ട്. ഏറ്റവും മുഖ്യമായ ഒരു സ്ഥാനത്ത് തന്റെ ഭർത്താവ് ഇരിക്കുകയാണ്. ഒരുപക്ഷെ കർത്താവിനെ താൻ അനുഗമിക്കുന്നു എന്നറിഞ്ഞാൽ ഹേരോദാവിന്റെ മുമ്പിൽ പോലും താൻ അപമാനിതയാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെയൊന്നും വലുതായി കാണാതെ കർത്താവിന്റെ ശുശ്രൂഷക വലുതായി കണ്ടുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന യോഹന്ന. മറ്റൊന്ന് ശൂശന്നയാണ്. തന്റെ വസ്തുവകകൾ കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി മാറിയവൾ എന്നതാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്കായിട്ട് ചെലവിട്ടവർ, കർത്താവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറിയവൾ, കർത്താവിനെ അനുഗമിച്ചവൾ. അതോടൊപ്പം അനേകം സ്ത്രീകൾ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിലനിന്നിരുന്നുവെന്നാണ്. അപ്പോസ്തലന്മാർക്കൊപ്പം, ശിഷ്യന്മാർക്കൊപ്പം ഒരു വലിയ കൂട്ടം സ്ത്രീകൾ കർത്താവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഇന്നലകളിൽ ദൈവം അനുഗ്രഹങ്ങളെ നൽകുമ്പോൾ, ഇന്നലകളിൽ ദൈവം അനുഗ്രഹത്തോട് വഴി നടത്തുമ്പോൾ നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദിയോടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുന്ന, പേരെഴുതപ്പെടാത്ത, ഓർമ്മിക്കപ്പെടാത്ത അനേകം സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ സഭകളുണ്ട്. പ്രിയമുള്ളവരെ, അവരുടെ ശുശ്രൂഷകളെ ഓർമ്മിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ ശുശ്രൂഷകൾ ആഘോഷിക്കപ്പെടുന്നുണ്ടോ? സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവർ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവർ, നശിച്ചു പോകുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ, അവരുടെ മടങ്ങി വരവിന് വേണ്ടി അധ്വാനിക്കുന്നവർ. ഇപ്രകാരം ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ നേതൃത്വം എന്ന് പറയുന്ന ഒരു പ്രധാന സ്ഥാനത്തേക്ക് കടന്നു വരാതെ തന്നെ വളരെ ശക്തമായ രീതിയിൽ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന, ക്രിസ്തുവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുന്ന അനേകം സ്ത്രീരത്നങ്ങൾ, അവരുടെ ശുശ്രൂഷകൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ്, അവരുടെ ശുശ്രൂഷകൾ ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഇന്ന് വൈദിക ശുശ്രൂഷയിലായിരിക്കുന്ന അനേകം വൈദികരെ ആ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ കണ്ണുനീരിന്റെ, പ്രാർത്ഥനയുടെ കരം നൽകി താങ്ങി നടത്തിയ അനേകം അമ്മമാരുണ്ട്, അനേകം സഹോദരിമാരുണ്ട്. അവരുടെ ശുശ്രൂഷകൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ്. ദക്ഷിണേന്ത്യ സഭയോട് ചേർന്ന് സ്ത്രീകളുടെ ശുശ്രൂഷകളെ ഓർമ്മിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ ദിവസം തീർച്ചയായിട്ടും നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ നമുക്ക് ഓർക്കാം. മേൽമുണ്ട് സമര കാലഘട്ടങ്ങളിൽ മരണം പോലും മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെയൊന്നും ഭയക്കാതെ ശക്തമായി സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ അനേകം സ്ത്രീരത്നങ്ങളുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ മരതകവല്ലി കൊച്ചമ്മ, ഓമന വിക്ടർ കൊച്ചമ്മ തുടങ്ങിയ വൈദിക വനിതകളുടെ ശക്തമായ നേതൃത്വങ്ങളുണ്ട്. ഓർമ്മിക്കപ്പെടേണ്ടതാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ നാം കരുതുന്ന സുപ്രധാനമായ നേതൃത്വ നിരകളിലേക്ക് കടന്നു വന്നില്ല എങ്കിലും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന, ക്രിസ്തുവിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുന്ന അനേകം സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്നലകളിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുക മാത്രമല്ല, ഭവനങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥിപ്പാൻ, സ്വന്തം ഭവനത്തിൽ, തന്റെ ഭവന പശ്ചാത്തലങ്ങളിൽ, തന്റെ ഉപജീവന മാർഗ മേഖലകളിൽ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന, ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുന്ന അനേകം സ്ത്രീരത്നങ്ങളുണ്ട്.
അവരുടെയൊക്കെ ശുശ്രൂഷകൾ ഓർമ്മിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥമായ സ്ത്രീകളുടെ ശുശ്രൂഷകൾക്ക് നാം പ്രാധാന്യം നൽകുന്നത്, അംഗീകാരം നൽകുന്നത്. അപ്രകാരം ഓർമ്മിക്കപ്പെടാതെ പോയ, ആഘോഷിക്കപ്പെടാതെ പോയ ഇത്തരം ശുശ്രൂഷകൾ ഓർമ്മിക്കുവാൻ, ആഘോഷമാക്കി മാറ്റുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.